Love, peace and joy. Welcome back to our channel. Vlogmas Day 2. യെസ്, ഇവിടെ ഒരു 12 o'clock ആയി ഓൾമോസ്റ്റ്. ഞാൻ മോർണിംഗ് തുടങ്ങി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ഇന്ന്. അഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി ജസ് ബോയ്ക്ക് പിന്നെയും വയ്യാതെയായി. അവന് ഓൾറെഡി കഫ് ഉണ്ട്. മോർണിംഗ് അവന് കഫ് കൂടി. എന്നിട്ട് കൊച്ചു ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചു. ക്ലാസ്സിൽ പോയിട്ടുള്ള ആൾ. ഞാൻ ഭാഗ്യത്തിന് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇവിടെ വന്നിട്ട് എനിക്ക് പലരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് ജസ്റ്റ് ബോയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം അവന് പനി വന്നപ്പോൾ, ഈ വിൻ്റർ ആകുമ്പോൾ പനിയും കോൾഡും കഫൊക്കെ കോമൺ ആണ്, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷവും നമുക്ക് അപ്പോയിൻമെൻറ്റ് അന്ന് തന്നെ കിട്ടിയായിരുന്നു. ഇന്നും ഭാഗ്യത്തിന് കിട്ടി. നമുക്ക് ഉച്ചക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് പോകണം. അപ്പോൾ ആൽവിൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടപ്പുണ്ട്, ആൾ മുകളിൽ കിടക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മാസ് മെയിനായിട്ട് ഞാൻ ഭയങ്കര ഷോർട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ് മാസ്. കാരണം ഹോസ്പിറ്റലിൽ പോകണം മെയിനായിട്ട്. എനിക്കെന്തോ ഇതെടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത് എല്ലാ ഡേയ്സും എന്തെങ്കിലും വ്ളോഗ് മാസിൻ്റെ ഭാഗമായിട്ട് ഇടണം, ക്രിസ്മസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇടണം. നോ മാറ്റർ വാട്ട്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽസ് ഇല്ലേ, പേപ്പർ വെച്ച് ഉണ്ടാക്കുന്ന ഏഞ്ചൽസിനെ ഉണ്ടാക്കാം വിത്ത് ക്രിസ്മസ് ബോൾസ്. ആ ഹെഡിന് പകരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പേപ്പറാണ് ഒട്ടിച്ചത്. അപ്പോൾ അതിന് പകരം കുഞ്ഞു ക്രിസ്മസ് ബോൾസ് ഉണ്ട്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഇതേപോലെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാം. ക്രിസ്മസ് ട്രീയിലേക്ക് വേണ്ടിയ ഓർണമെൻറ്റ്സ് ഇപ്പോൾ ഉള്ളത് ക്രിസ്മസ് ബോൾസ് മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓരോന്നും ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അത് ചെയ്യുള്ളൂ. യെസ്, പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് കുറച്ച് ഷുഗർ ലെവൽ പ്രശ്നം വന്ന് നൈറ്റ് ആയപ്പോൾ മേ ബി കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്തത് കൂടിപ്പോയി. പുട്ടാണ് ഇന്നലെ കഴിച്ചത് മെയിനായിട്ട്. പിന്നെ രാത്രി ഞാൻ ദോശ, അതും സെയിം ആഹാരമാണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. സാലഡ്സ് ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാക്സിമം നോക്കിയും കണ്ടും കഴിക്കണം. അപ്പോൾ രാവിലെ 2 പുഴുങ്ങിയ മുട്ട വിത്ത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ. ഇപ്പോൾ കുറച്ച് നേരം ഒരു പകുതി പേരക്ക കഴിച്ചു. ഇവിടെ നല്ല പേരക്ക കിട്ടും കേട്ടോ. അതായത് എനിക്ക് തോന്നുന്ന തമിഴ്നാട്ടിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ വരുന്നതാണ്. ഇനി ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ജാക്കറ്റ് പൊട്ടേറ്റോ പോലെ കഴിക്കാം. പൊട്ടേറ്റോസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, എന്നാൽ പോലും ഇറ്റ്സ് ഓക്കെ, ഒരെണ്ണമൊക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ളത് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റിന് ചെറിയൊരു പീസ് എടുത്തിട്ട് അതും അതിൻ്റെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചു. എസ് ബോയ്ക്ക് കഞ്ഞി ആണ് കൊടുക്കുന്നത്. കാരണം അവന് കഫ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കണ്ട, ചൂടോടുകൂടെ കഞ്ഞി കുടിക്കുമ്പോൾ നല്ലതായിരിക്കുമല്ലോ. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ ജാക്കറ്റ് പൊട്ടേറ്റോ ആൻഡ് ചിക്കൻ ബ്രസ്റ്റ് ഞാൻ രണ്ടും കൂടി എയർ ഫ്രയറിൽ വെച്ചേക്കണേണ്. അതെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് മാസ് ഡേ 1 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കാണാത്തവരത് കാണണം. അഡ്വെൻറ്റ് റീത്ത് ഉണ്ടാക്കാത്തവരുണ്ടാക്കണം. നമ്മളുടെ അഡ്വെൻറ്റ് റീത്ത് ഇരിക്കുന്നത് കണ്ടോ. നമ്മൾ നൈറ്റ് ഒരുമിച്ച് ജസ്റ്റ് പോയി ഞാനും കൂടി അത് കത്തിച്ച് പ്രാർത്ഥിച്ചു. ആൻഡ് ഞാനിന്ന് മോർണിംഗ് തന്നെ വീഡിയോ എടുത്തിട്ടു. ഞാൻ പറഞ്ഞില്ലേ ഡെയിലി റിഫ്ലക്ഷൻസ് ചെയ്യുന്നുണ്ടെന്ന് ക്രിസ്മസിൻ്റെ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് എല്ലായിടത്തും ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്സ് നോക്കിയാൽ മതി, അതിനകത്ത് എൻ്റെ ആ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. റിഫ്ലക്ഷൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഞാനും ജസ്റ്റ് ബോയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഒരു 1 minute വീഡിയോ ഉള്ളൂ, അതും നിങ്ങൾക്ക് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ജാക്കറ്റ് പൊട്ടേറ്റോ എത്രത്തോളം ആയി നോക്കിയിട്ട് വരാം. ഈ പൊട്ടേറ്റോസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിക്കൻ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മുടെ എയർ ഫ്രയറിൽ. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. പൊട്ടറ്റോയൊക്കെ വെന്തിട്ടുണ്ട്. യെസ്, നമുക്ക് സെറ്റ് ചെയ്യാം ഇനി. സോ ഇതുപോലെയാണ് ഞാൻ ജാക്കറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്, റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറയണം. ഇത് നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ ബ്രസ്റ്റാണത്. പിന്നെ കോണുണ്ട്, മല്ലിയിലുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് ലൈം ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മിക്സ്ഡാണിത്. ഇത് നല്ല ഹെൽത്തി ഡിഷാണ് കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലൊന്നും ചെയ്തിട്ടില്ല, എല്ലാം എയർ ഫ്രയറിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഡിഷാണ്. ഞാൻ കഴിക്കാൻ പോണത്. ആൽവിനും ഇഷ്ടമല്ല, ജസ്ബോയ്ക്കും ഇഷ്ടമല്ല. രണ്ടുപേർക്കും ഇതിനോട് ഒരു താല്പര്യമില്ല. ഇത് ശരിക്കും ഞാൻ ട്യൂണ വെച്ചിട്ടാണ് കഴിക്കാറ്. ട്യൂണ ക്യാനിൽ കിട്ടുമല്ലോ. പക്ഷേ ഇപ്രാവശ്യം ട്യൂണ എൻ്റെ തന്നെ ആയിരുന്നില്ല. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്ത്
കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ചിക്കൻ്റെ കൂടെ. ഇത്രയും നാൾ ഞാൻ ട്രൈ ചെയ്തേക്കുന്നത് ഒന്നില്ലെങ്കിൽ ബീൻസ് കിട്ടും. ഇവിടുത്തെ മെയിൻ ട്രഡീഷണലി ബീൻസാണ് അവരിടുന്നത് കേട്ടോ. നമ്മുടെ കിഡ്നി ബീൻസ് ഇല്ലേ, അതേപോലത്തെ ബീൻസിൽ ഒരു എന്തൊക്കെയോ സോസൊക്കെ ഇട്ടിട്ടാണ് ഈ ജാക്കറ്റ് പൊട്ടറ്റോയുടെ കൂടെ കഴിക്കുന്നത്. ഞാൻ മെരീന ചിറ്റയുടെ വീട്ടിൽ പോയപ്പോൾ, നോറിച്ചിൽ പോയപ്പോഴാണ് ചിറ്റ ട്യൂണ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു റെസിപ്പി എനിക്ക് തന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടും ചിറ്റ എനിക്ക് തന്നു വിട്ട് ട്യൂണ ക്യാൻസ്. അത് ഉണ്ടാക്കി കഴിച്ചായിരുന്നു 2-3 പ്രാവശ്യം. ഇത് ഫസ്റ്റ് ടൈമാണ് ചിക്കൻ വെച്ച് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, കഴിച്ച് നോക്കാം. എസ്പോയ് വന്നിട്ടുണ്ട് മോളിൽ നിന്ന്. സ്മെല്ല് വന്നപ്പോഴേക്കും ആൾ വിചാരിച്ചേ എന്തോ സ്പെഷ്യലാണെന്ന്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുത്ത് നോക്കട്ടെ ആൾക്ക്. ഞാൻ കഴിച്ച് നോക്കട്ടെ. ഞാൻ ഇതുവരെ ചിക്കൻ്റെ കൂടെ കഴിച്ചിട്ടില്ല ജാക്കറ്റ് പൊട്ടറ്റോ. എസ്പോയ് കഴിഞ്ഞ് റെഡ്യൂസ് ദ വോളിയം. യെസ്, ചീസ് ഉണ്ട് കേട്ടോ. ചെഡാർ ചീസ് ഉണ്ടാക്കുന്നത്. It tastes good. You want to try? Yes, please. With cheddar cheese this time. Okay. Say hi. എസ്പോയ്ക്ക് വയ്യാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ എടുക്കോ? Okay. No mobiles during food time. Okay. എസ്പോയ്ക്ക് ഇഷ്ടപ്പെടും. ശരിക്കും ഇഷ്ടപ്പെട്ടോ? Are you serious? അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. കൊച്ചിന് ട്യൂണ കൂടെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ട്യൂണ കഴിച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. ചിക്കൻ കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. നല്ലതാണ് ഇത് കഴിക്കണമെങ്കിൽ കൊച്ചുങ്ങൾ. മമ്മി ക്രിസ്പി ചിക്കൻ ഇത് തരാം, വെച്ചോ. ക്രിസ്പി നോക്കി തരാവാ. ഓ, എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. രക്ഷപ്പെട്ട്. നല്ല ഫുഡാണ് വെച്ചത്. ഹെൽത്തിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പി. ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ. കൊള്ളാം. ഇപ്പം ഒരു ചുമയുമില്ല. രാവിലെ നല്ല ചുമയായിരുന്നു എനിക്ക് ഉടനെ. എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഞാനത് എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ഡൗൺ ബിലോ. യെസ്, സോ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. വേറെ കുഴപ്പമൊന്നുമില്ല. ചെസ്റ്റ് കൺജഷൻ ഉണ്ട് കുറച്ച്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അതിനി കറക്റ്റായിട്ട് കൊടുക്കണം. എനിക്ക് തോന്നിയായിരുന്നു ആൻറ്റിബയോട്ടിക്സ് എഴുതുമെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ഡെക്കർ ചെയ്യണ്ടേ? Yeah. Today we are going to make angels. We're gonna make paper angels. Paper angels. Yes, see you then. Yeah. Hello. നമ്മളപ്പോൾ നമ്മളുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി We're വന്നിരിക്കുന്നത്. gonna make angels. യെസ്. അപ്പോൾ ദിസ് ടൈം നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ട്. കണ്ടോ, ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ദെൻ വി ഹാവ് Golden paint. ആക്രിലിക് പെയിന്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു പേപ്പറിലാണ് ഏഞ്ചൽസിന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് വി ഗോണ പെയിന്റ് വിത്ത് ഗോൾഡ്. Yeah. പിന്നെ നമ്മുടെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ബോൾസ് ഉണ്ട്. Should I bring them? യാ, ബ്രിങ് ഇറ്റ്. അപ്പോൾ ക്രിസ്മസ് ബോൾ ഉണ്ട്. അത് നമ്മൾ ഹെഡിൻ്റെ അവിടെ പ്ലേസ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ നമ്മൾ ഹെഡിൻ്റെ അവിടെ അത് പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഓൾറെഡി ക്രിസ്മസ് ബോൾസിൽ ഒരു ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇത് കണ്ട, ഇതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തൂക്കിയിടാൻ സുഖമാണ് ക്രിസ്മസ് ട്രീസിൽ. Yeah. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാൻ പാടില്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകണം ഇപ്രാവശ്യം. നമുക്ക് നോക്കാം എന്താകുമെന്ന് അറിയാൻ പാടില്ല. Only some of them don't have this. ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ മാനേജ് ടു ഡു സംതിങ് എൽസ്. സോ ഇത് നമ്മൾ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഗ്ലൂ വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. And mommy, if there's one without the, oh, what is this? അത് ലാസ്റ്റ് ഇയർ ചെയ്തു വെച്ചതാണ് തോന്നുന്നത്. So pretend like this didn't have a string. We just make a decoration. Maybe we can put it near on the floor. Somewhere. Yeah, somewhere there. Okay. There. അപ്പോൾ നമ്മൾ ടീ ടൈമും ആണ്. Yay, tea time. സോ
സോ ഗൈസ് നമുക്ക് സമയം കളയാതെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, A4 ഷീറ്റ് പേപ്പർ. എന്നിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്യണം. യാ, യു ഓൾസോ ട്രൈ. ഒരുമിച്ച് ഉണ്ടാക്കണത് ഇങ്ങനെ അങ്ങനെയല്ല പിന്നെ അതെ ചെയ്യുക. മാർക്സ് വരുത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യണത്. സിമെട്രിക്കലി. Like this? Yes. Then? Again. Oh, you go like this. Again. നന്നായിട്ടൊന്നും ഇങ്ങനെ അതിൻ്റെ സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. How I done so far. ഓക്കെ നൗ So I go again. യാ Times. ഓക്കെ നൗ ഇത്രയും മാർക്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അഗെയിൻ ഹാഫായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. I done this much. യാ അത്രയും ചെയ്താൽ മതി. ഇഫ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ഫോർ യു. No, I can do it. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ പണ്ടൊക്കെ ചെയ്ത് പേപ്പർ ചുരുട്ടണ പോലെ തന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് Like this? യെസ് So we go like. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു പേപ്പറും കൂടി ഇതേപോലത്തെ A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. യെസ് കണ്ടോ, 2 പേപ്പറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കാണിച്ചു തരാം. ഇതേപോലത്തെ 2 പേപ്പർ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. 1/4 ഭാഗം, ഈ ഒരു ഭാഗം ഇങ്ങനെ ബെൻഡ് ചെയ്യണം. സിമിലർലി ഇതും സെയിം അളവിൽ തന്നെ ബെൻഡ് ചെയ്യണം. സോ മേക്ക് ഷുവർ രണ്ടും ലെങ്ത്ത് സെയിം ആണെന്ന് നോക്കുക. ലെങ്ത്ത് സെയിം ആണെങ്കിൽ നമുക്ക് ഇതും ഈ സൈഡ് ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. യാ സിമിലർലി ഈ ഒരു ഭാഗം ജസ്റ്റ് ബോയ് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. ജസ്റ്റ് ബോയ് ചെയ്യാൻ കാണിക്കട്ടെ മമ്മി. It might not be perfectly. It's okay. Oh no. ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ ആയതുകൊണ്ട് നമുക്കിവിടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചാലും മതി. ഈ സെൻറ്റർ പോർഷൻ ഒട്ടിക്കണം. അതേപോലെ ഇതിൻ്റെ ഹാൻഡ്, ഈ ചിറകിൻ്റെ ഭാഗം ഇവിടെ ഒട്ടിക്കണം. ഈ ഒരു എൻഡ് ഈ സൈഡിൽ ഒട്ടിക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചെറിയ ക്രിസ്മസ് ബോൾ എടുത്തിട്ട് അതിൻ്റെ ഹെഡായിട്ട് അതും ഒട്ടിച്ചു കൊടുക്കാം. യാ Okay, I think I made it. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഓൺ ആക്കിയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ചെസ്റ്റ് ബോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊച്ചു ചെയ്യണത് അങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ഇത് കറക്റ്റ് ഷേപ്പ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓവറോൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുക, അവർ പെർഫെക്റ്റ് ആക്കുന്നതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെസ്റ്റ് ബോ ഈസ് ഡൂയിങ്. പയ്യെ കറക്റ്റായിട്ട് മണക്കട്ടോ. യെസ്, നമ്മളുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ ഇവിടെ ഗ്ലൂ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്ന വേഗം. യെസ്, എന്നിട്ട് ഈ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. കണ്ടോ, ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു വിങ്സിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ഈ ഒരു സൈഡ് ഗ്ലൂ ഇട്ട് കൊടുക്കാം. യെസ്, അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പത്തെ സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ എടുത്തേക്കുന്നത് ഇതേപോലത്തെ കുഞ്ഞു ക്രിസ്മസ് ബോളാണ്. അതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഗ്ലൂ ഗൺ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് ഗ്ലൂ ഇവിടെ ഇനി നന്നായിട്ടൊന്ന്
സ്പ്രെഡ് ചെയ്യാൻ പോകണം. ഉണ്ടാക്കും ഗ്ലൂ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ബോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോണേ, അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി. ഇറ്റ്സ് റെഡി. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിങ് വെച്ച് നമുക്ക് തൂക്കിയിടാം എവിടെയെങ്കിലും. ഉണ്ടോ, ഇതേപോലെ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം നമ്മുടെ ഏഞ്ചൽസിന്. ഓ, സോ പ്രിറ്റി റൈറ്റ്? Looks so nice. ഇത് ജസ്റ്റ് ബോയ് ഉണ്ടാക്കിയതാണ് കേട്ടോ. കൊള്ളാം, കൊച്ചുണ്ടാക്കിയതും കൊള്ളാം. ഉണ്ടോ, ഇത് നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ബോയ് ഉണ്ടാക്കിയത് നമുക്ക് റെഡ് ബോൾ വെക്കാം. Yeah, that's what I wanted. ദേ കൊച്ചിതേ റെഡ് ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ബോയ് ഏഞ്ചൽ, ഇത് മമ്മി ഏഞ്ചൽ. യെസ്, ജസ്റ്റ് ബോയുടെ ഇവിടെ ഒട്ടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ഞാൻ ഗ്ലൂ ഗൺ അവന് കൊടുക്കില്ല, ശരിയാവില്ല, കൈ പൊള്ളിക്കും. അപ്പോൾ നമുക്ക് തനിയെ ചെയ്യാം. പാരൻസ് അഡൽട്ട്സ് ചെയ്യാം ഗ്ലൂ ഗണൊക്കെ. യെസ്, ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് നമ്മളുടെ ക്രിസ്മസ് ബോൾസിന് പകരം പേപ്പർ വെച്ചാൽ മതി. ഇനി ഈ സൈഡ് അഗെയിൻ വിങ്സിൻ്റെ പാർട്ട് നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ബോയ് ഏഞ്ചൽ ആണത്. Just boy angel. J the angel. ജെ. That's the angel's name. ജസ്റ്റ് ബോയുടെ ഏഞ്ചൽ ജസ്റ്റ് ബോയുടെ എത്ര ഉണ്ടാവും, മമ്മിയുടെ ഏഞ്ചൽ മമ്മിയുടെ എത്ര ഉണ്ടാവും. That's ready. It's ready. ജസ്റ്റ് ബോയുടെ ഏഞ്ചലിൻ്റെ വിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അയാളുടെ ഹെഡ് ക്രിയേറ്റ് ചെയ്യാം. The Christmas Place the ball. Christmas ball And and just spread it like this. Dun, 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 dun. keep it there for some time. It's ready. It's ready. Yay. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഞ്ചൽസ്. I made mine. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഓൾറെഡി സ്ട്രിങ് ഉള്ളത് കൊണ്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ഹാങ് ചെയ്താൽ If മതി. it's paper, you could probably put paper. പേപ്പർ, ഇപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ക്രിസ്മസ് ബോൾസിന് പകരം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത വ്ളോഗ് മാസിൽ നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്ട്രിങ്ങിന് പകരം ത്രെഡിന് പകരം നമുക്ക് പേപ്പർ സ്ട്രിങ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഏഞ്ചലും ജസ്റ്റ് ബോയ് ഉണ്ടാക്കിയ ഏഞ്ചലും. സോ ഗുഡ്, ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് റിഫ്ലക്ഷൻ ഇതുപോലെ പിള്ളേരുടെ കൂടെ നമ്മൾ ക്രിയേറ്റിംഗ് ട്രഡീഷൻസ്, ക്രിയേറ്റിംഗ് മെമ്മറീസ്, അതിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതെല്ലാവരും കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ബട്ട് വി ആർ ഗോയിങ് ടു മേക്ക് മോർ ഏഞ്ചൽസ് ലൈക്ക് ദാറ്റ് അറൗണ്ട് ഹൗ മെനി 5 to 10. ലെറ്റ്സ് സീ. നമ്മൾ എവിടെ ഹാങ് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. മേ ബി നമ്മൾ നമ്മളുടെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യും, Some maybe on the window. അല്ലെങ്കിൽ വിൻഡോയിൽ ഹാങ് ചെയ്യും. നമുക്കറിയില്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതെന്തായാലും ഉണ്ടാക്കി വെക്കാം. ഒരു 5, 10, Let's make 15. 10. Let's Yeah. make 15. So we are going to make these angels now. Tin, 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 tin. So we're gonna sing a song which is Jasmin's favorite now. I don't know, it might change in the future, right? Yeah, it might. Okay, so he was singing. അവൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഇന്നലെ പാടുന്നായിരുന്നു. Very loud. Yeah. So let's sing it together. Yay! Sing. Yeah. Bless the Lord, oh my soul. Oh my soul. I worship His holy name. Sing like never before. Oh my soul. I worship His holy name. Bless the Lord, oh my soul. Oh my soul. I worship His holy name. Sing like never before.
ഇന്നത്തെ വ്ളോഗ് മാസം ഒരു വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. കാരണം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, അഡ്വെൻറ്റ് കാൻഡിൽ കത്തിച്ച് പ്രാർത്ഥിക്കും, ഹോപ്പ് കാൻഡിൽ കത്തിക്കും. ഇനി ഇത് ബാക്കിയുള്ളത് ഒരു 8 ഏഞ്ചൽസ് ഉണ്ടാക്കാനുള്ള പേപ്പർ നമ്മുടെ കയ്യിലുള്ളൂ. ഈവൻ ദോ വി റിയലി ഹാഡ് സ്ട്രഗിൾ സം ടൈം ഇൻ ദ മോർണിംഗ് കുറച്ച് ടെൻഷനായി, ജസ്റ്റ് പോയി വയ്യാതെയൊക്കെ ആയപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എനിവേ, ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. യാ, നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് ഇതുപോലെ ചെയ്യുമ്പോൾ ഇഫ് യു ഹാവ് ടൈം, ഈവൻ ചെറിയൊരു ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മുടെ പിള്ളേരുടെ കൂടെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വി ആർ ക്രിയേറ്റിംഗ് എ ട്രഡീഷൻ, ക്രിയേറ്റിംഗ് എ മെമ്മറി. സോ സ്പെൻഡ് ടൈം വിത്ത് അവർ ചിൽഡ്രൻ. യെസ്, so thank you so much for watching. Please do comment your thoughts about this vlog. Yeah, see you next time. Bye bye. God bless.